ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1ാം പാദവാർഷിക മൂല്യനിർണ്ണയം 2024-25 സാമൂഹ്യശാസ്ത്രമാണ് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മലയാളം മീഡിയമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1 മുതൽ 5 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ധനബിൽ എന്നാൽ എന്ത്? ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിന്റെ ഏത് സഭയിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ധനബിൽ എന്ന് പറഞ്ഞാൽ? അഥവാ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ആണ് ധനബിൽ എന്ന് പറയുന്നത്. ലോകസഭയിലാണ് ഇത് ആദ്യം അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ധനബില്ല്, അതെവിടെയാണ് അവതരിപ്പിക്കുന്നത്? അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്ക് വീതം 2 മാർക്കാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ശിലായുധ കാലഘട്ടത്തിലെ ഉപകരണങ്ങളിലുണ്ടായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. പ്രാചീന ശിലായുഗം പരുക്കം കല്ലുകളാണ്. മധ്യശിലായുഗത്തിൽ എങ്ങനെയായിരുന്നു? സൂക്ഷ്മമായതും കൂർത്തതുമായ ശിലായുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവിടെ എ എന്നുള്ളിടത്ത് സൂക്ഷ്മമായതും കൂർത്തതുമായ ശിലായുധങ്ങൾ എന്ന് എഴുതി കൊടുക്കുക. ഇനി നവീന ശിലായുഗത്തിലേക്ക് വരുമ്പോൾ അത് മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളായിരുന്നു. അപ്പോൾ ബി എന്നുള്ളിടത്ത് മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ എന്നെഴുതുക. ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം, കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത് എങ്ങനെ എന്നുള്ളതാണ്. എങ്ങനെയാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്? ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യമാണ്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ലോകസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. എ, തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ. ബി, സ്പീക്കർ ആധ്യക്ഷം വഹിക്കുന്നു. സി, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഡി, ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയും സിയുമാണ്. അഥവാ സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു എന്നുള്ളതുമാണ് ശരിയായ പ്രസ്താവന. ഇനി 5ാമത്തെ ചോദ്യം, പുരാതന ചൈനയിൽ നിലനിന്ന എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? പുരാതന ചൈനയിലെ എഴുത്തുവിദ്യ എന്ന് പറയുന്നത് ചിത്രലിപിയായിരുന്നു. അതുപോലെ തന്നെ പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ 2 പോയിന്റ് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്ത സെക്ഷനാണ്. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. 6ാമത്തെ ചോദ്യം, ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിശദമാക്കുക. ഒരു ബില്ല് എങ്ങനെയാണ് നിയമമായിട്ട് മാറുന്നത്, അതിന് എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളത് ഒന്ന് വിശദമായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാർക്ക് വീതമാണ്. ഓക്കെ, ലോകസഭയിലും രാജ്യസഭയിലും 3 വായനാ ഘട്ടങ്ങളിലൂടെയാണ് ഒരു ബില്ല് നിയമമാകുന്നത്. 1ാം വായന ബില്ല് ഇരുസഭകളിലും അവതരിപ്പിക്കുന്നു. 2ാം വായന ഇരുസഭകളിലും ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഇനി അടുത്തത് 3ാം വായനയാണ്. ഇരുസഭകളിലും ബില്ല് മൊത്തമായി പാസാക്കുകയും നിരാകരിക്കുകയോ ചെയ്യുന്നു. ബില്ല് സഭകളിലും പാസാക്കി ഇരുസഭകളിലും പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ 3 ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത്. ആദ്യം 1ാം വായന എന്ന് പറയുന്നത് ഇരുസഭകളും സംഭവം ബില്ല് അവതരിപ്പിക്കുകയാണ്. എന്താണ് ബില്ല് എന്നുള്ളത് അവതരിപ്പിക്കുന്നു. അടുത്തത് അത് ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യുമ്പോൾ അവർക്കത് പാസ്സാക്കാം, അല്ലെങ്കിൽ മാറ്റം വരുത്താം, അതല്ലെങ്കിൽ അവർക്കത് റിജക്റ്റ് ചെയ്യാം, നിരാകരിക്കാം. 3ാമത്തേത് എന്ന് പറയുന്നത് ബില്ല് മൊത്തമായിട്ട് ചിലപ്പം പാസ്സാക്കാം, അല്ലെങ്കിൽ മൊത്തമായിട്ട് റിജക്റ്റ് ചെയ്യാം. ഇനി എങ്ങാനും പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കണം. അതിനുശേഷം രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കണം. എന്നാൽ മാത്രമേ ബില്ല് നിയമമായിട്ട് മാറുകയുള്ളൂ. ഇനി 7ാമത്തെ ചോദ്യം നോക്കാം. മണ്ണിന്റെ സംരക്ഷണത്തിനുള്ള വിവിധ മാർഗങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മൾ സാധാരണ മണ്ണിന്റെ സംരക്ഷണത്തിനായി ചെയ്യുന്നത്? 1, വനനശീകരണം തടയൽ, അതുപോലെ തന്നെ മലഞ്ചെരുവുകളിൽ തട്ടുകൃഷി ചെയ്യൽ, തടയണ നിർമ്മാണം, വിള പരിവൃത്തി, ഇതൊക്കെ ചെയ്യലാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇനി 8ാമത്തെ ചോദ്യം,
ഗണിതശാസ്ത്ര രംഗങ്ങളിൽ ഈജിപ്ഷ്യൻ ജനത കൈവരിച്ച നേട്ടങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, സൂര്യനെ അടിസ്ഥാനമാക്കി സൗര കലണ്ടർ തയ്യാറാക്കി. അതുപോലെ തന്നെ ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി കണക്കാക്കിയിരുന്നു. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു. ബാക്കി വന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചു. അതുപോലെ ഗണിതശാസ്ത്ര രംഗം ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കിയിരുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്തിരുന്നത്. അതുകൂടാതെ സമയം കണക്കാക്കാൻ സൂര്യഘടികാരവും നിഴലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ജലഘടികാരവും തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു 4-5 പോയിന്റ് നിങ്ങൾ എഴുതിയാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യമാണ്. ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭൂമി എന്ന് തന്നിട്ടുണ്ട്, ഭൂവൽക്കം, കാമ്പ് അല്ലേ. ഇനി ഇതിൽ എന്താണ് എ എന്ന് പറയുന്നത്? എന്താണ്? സമുദ്ര ഭൂവൽക്കമാണല്ലേ. അഥവാ ഭൂമിയെ നമ്മൾ 3 തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്: ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം, കാമ്പ്. അപ്പോൾ അവിടെ എ എന്നുള്ളിടത്ത് സമുദ്ര ഭൂവൽക്കം എന്ന് എഴുതാം. ഇനി ഭൂവൽക്കം തന്നെ 2 രീതിയിലാണ്. ഒന്ന് വൻകര ഭൂവൽക്കവും രണ്ടാമത്തേത് മാൻഡിലാണ്. ഓക്കെ, മാൻഡിൽ. അപ്പോൾ ബി എന്നത് മാൻഡിലായിട്ട് വരും. ഇനി സമുദ്ര ഭൂവൽക്കം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഉപരി മാൻഡിൽ, മറ്റൊന്ന് അധോ മാൻഡിൽ. ഇനി കാമ്പിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പുറംകാമ്പ്, മറ്റത് അകക്കാമ്പ്. ഓക്കെ, അപ്പോൾ അവിടെ എ എന്ന് പറയുന്നത് സമുദ്ര ഭൂവൽക്കം, ബി എന്ന് പറയുന്നത് മാൻഡിൽ, സി എന്ന് പറയുന്നത് അകക്കാമ്പ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യമാണ്. നഗരജീവിതത്തിൻ്റെ ആദിമരൂപം നിലനിന്നിരുന്ന തുർക്കിയിലെ താമ്രശിലായുഗ കേന്ദ്രം ഏത്? ഈ കേന്ദ്രത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഏതായിരുന്നു ആ കേന്ദ്രം? ചാദൽ ഹൊയുഖ് എന്നുള്ളതായിരുന്നു ആ കേന്ദ്രം. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നഗരജീവിതത്തിൻ്റെ ആദിമരൂപം നിലനിന്നിരുന്ന തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചതിൻ്റെ തെളിവുകളുണ്ട്. ചെളിക്കട്ടകൾ കൊണ്ട് കുടിലുകൾ നിർമ്മിച്ചിരുന്നു. ഗോതമ്പ്, ബാർലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ, വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നും ഈ കേന്ദ്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇനി 11ാമത്തെ ചോദ്യം നോക്കൂ. അടുത്ത സെക്ഷനാണ്. അഥവാ 11 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. ഓക്കെ, അപ്പോൾ 11ാമത്തേത് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഏതെല്ലാം തരം കേസുകളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഗവൺമെൻറ് തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, സംസ്ഥാന ഹൈക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ, ഇത്രയുമാണ് നമ്മുടെ സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യമാണ്. എ കോളത്തിന് അനുയോജ്യമായി ബി കോളം ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിയായ ആൻസർ പറഞ്ഞു നോക്കാം. സിന്ധു നദിയുമായി ബന്ധപ്പെട്ടത് ഹരപ്പൻ സംസ്കാരമാണ്. അതുപോലെ തന്നെ ഹൊയാങ്ഹോയുമായി ബന്ധപ്പെട്ടത് ചൈനീസ് സംസ്കാരമാണ്. യൂഫ്രട്ടീസുമായി ബന്ധപ്പെട്ടത് മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. നെയിലുമായിട്ട് ബന്ധപ്പെട്ടത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇത് കറക്റ്റ് ആക്കിയിട്ട് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യമാണ്. പ്രാചീന ശിലായുഗ മനുഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചു. പ്രസ്താവന സാധൂകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോയിൻ്റൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ അത് എഴുതേണ്ടത്. കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചിരുന്നു. അതുപോലെ തന്നെ നാരുകൾ കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നു. എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു. കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആനക്കൊമ്പ്, എല്ല്, അതുപോലെ തന്നെ കല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. അതുപോലെ തന്നെ മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലുമൊക്കെ ചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താണ്, പ്രാചീന മനുഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ എഴുതി ഒന്ന് വിശദീകരിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 14 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 5 സ്കോർ വീതമാണ്. ഓക്കെ, 14ാമത്തെ ചോദ്യം. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ സംഭാവനകൾ ചുവടെ നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള സൂചനകൾ എഴുത്തുവിദ്യ, ശാസ്ത്ര പുരോഗതി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. ഇപ്പോൾ എഴുത്തുവിദ്യയാണെങ്കിൽ ലിപികൾക്ക് ആപ്പിൻ്റെ ആകൃതിയായിരുന്നു. അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്ന് അറിയപ്പെടുന്നു. കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ച് എഴുതിയതിനു ശേഷം ഉണക്കിയെടുക്കുകയായിരുന്നു. കൂടാതെ മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറു ഫലകങ്ങളുടെ
മിനുസമുള്ള പ്രതലത്തിലായിരുന്നു അവർ എഴുതിയിരുന്നത്. ഇനി ശാസ്ത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി അവർ ചന്ദ്ര കലണ്ടർ തയ്യാറാക്കിയിരുന്നു. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായിട്ടും വിഭജിച്ചു. ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ടും കണക്കാക്കിയിരുന്നു. കൂടാതെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗണിതശാസ്ത്രത്തിലെ ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയും അറിയാമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇത് 5 മാർക്കിൻ്റെയാണ്. അപ്പോൾ കൂട്ടുകാർ എല്ലാ പോയിന്റും ഉൾപ്പെടുത്തി തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യമാണ്. വിവിധ തരം അപക്ഷയങ്ങളെക്കുറിച്ച് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ അപക്ഷയമാണുള്ളത്? ഒന്ന് ഭൗതിക അപക്ഷയം, മറ്റൊന്ന് രാസിക അപക്ഷയം, മറ്റൊന്ന് ജൈവിക അപക്ഷയം അല്ലേ. അപ്പോൾ എന്താണ് ഭൗതിക അപക്ഷയം എന്ന് പറഞ്ഞാൽ താപത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നതും അപക്ഷയത്തിന് കാരണമാണ്. ഇനി അടുത്തത് രാസിക അപക്ഷയമാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയവ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇനി അടുത്തത് ജൈവിക അപക്ഷയമാണ്. ഓക്സിജൻ സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവും അപക്ഷയത്തിന് കാരണമാകുന്നു. അതുപോലെ ഖനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങളും ഇതിലേക്ക് നയിക്കും. അപ്പോൾ ഇത് മൂന്നും എന്താണെന്ന് പറയുകയാണ് വേണ്ടത്. ഇനി 16ാമത്തെ ചോദ്യം നോക്കാം. നവീന ശിലായുഗത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക എന്നുള്ളതാണ് 16ാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നവീന ശിലായുഗത്തെക്കുറിച്ച് നമുക്ക് അറിയുന്നത്? അവർ മിനുസപ്പെടുത്തിയതും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു, കൃഷി ആരംഭിച്ചിരുന്നു, നദീതടം കേന്ദ്രീകരിച്ച് സ്ഥിരവാസം തുടങ്ങിയിരുന്നു, ഭക്ഷണാവശ്യത്തിന് മൃഗങ്ങളെ വളർത്തി, ഗോതമ്പ്, ബാർലി, ചണം, വിവിധ ഇനം കിഴങ്ങുകൾ, നെല്ല്, വാഴ എന്നിവ കൃഷി ചെയ്തിരുന്നു. സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ കൂട്ടായ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. ഇതൊക്കെ ഒന്ന് വിശദമായിട്ട്, അഥവാ വിശദമാവുക എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എഴുതി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ അതും കൂടെ എഴുതി ചേർക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.